കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറെ പുറത്താക്കിയ ഗവർണറുടെ നടപടിക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. ഡോക്ടർ എം കെ ജയരാജന് വിസിയായി തുടരാം. സ്റ്റേ നൽകാൻ കോടതി വിസമ്മതിച്ചതിനാൽ കാലടി സംസ്കൃത സർവകലാശാല വിസിക്ക് തുടരാനാകില്ല. സിംഗിൾ ബെഞ്ച് തീരുമാനത്തിനെതിരെ ഡോക്ടർ എം വി നാരായണൻ അപ്പീൽ നൽകും. അതേസമയം ഓപ്പൺ സർവകലാശാല വിസി മുബാറക് പാഷയുടെ രാജി ചാൻസലർ തള്ളി. രണ്ട് സർവകലാശാല വിസിമാരുടെ നിയമനം UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി. വിസി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ നടപടി കാലിക്കറ്റ്, കാലടി സംസ്കൃത സർവകലാശാല വിസിമാർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു. ഇതിലാണ് കാലിക്കറ്റ് സർവകലാശാല വിസിക്ക് ആശ്വാസവും കാലടി സംസ്കൃത സർവകലാശാല വിസിക്ക് തിരിച്ചടിയും നേരിട്ടത്. കാലിക്കറ്റ് വിസിയെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഈ സാഹചര്യത്തിൽ ഡോക്ടർ എം കെ ജയരാജന് വിസിയായി തുടരാം. ചീഫ് സെക്രട്ടറി സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടതാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ ചട്ടലംഘനമായി ഗവർണർ കണ്ടെത്തിയത്. അന്നത്തെ ചീഫ് സെക്രട്ടറി അക്കാദമിക് മികവ് പുലർത്തിയ വ്യക്തിയായിരുന്നുവെന്ന ഡോക്ടർ എം കെ ജയരാജന്റെ വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കാലടി സംസ്കൃത സർവകലാശാല വിസി നിയമനത്തിന് സെർച്ച് കമ്മിറ്റി എം കെ നാരായണനെ മാത്രമാണ് ശുപാർശ ചെയ്തത്. ഇത് UGC ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് വിലയിരുത്തിയായിരുന്നു ഗവർണറുടെ നടപടി. വിസി സ്ഥാനത്തേക്ക് അപേക്ഷിച്ചവരിൽ ഏറ്റവും യോഗ്യനെന്ന് കണ്ടാണ് സെർച്ച് കമ്മിറ്റി തന്റെ പേര് മാത്രം ശുപാർശ ചെയ്തതെന്ന ഡോക്ടർ എം വി നാരായണന്റെ വാദം സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചില്ല. ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച തീരുമാനത്തിനെതിരെ ഡോക്ടർ എം വി നാരായണൻ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും. ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ മുബാറക് പാഷയുടെ രാജിക്കത്ത് ഗവർണർ അംഗീകരിച്ചില്ല. ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലറുടെ രാജിക്കത്ത് ഗവർണർ തള്ളിയത്. റിപ്പോർട്ടർ, കൊച്ചി, തിരുവനന്തപുരം.